നമസ്കാരം. 300 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ അറ്റ്ലാന്റിക് തീരത്തുള്ള ലോങ് ഐലൻഡ് എന്ന ദ്വീപിലെ ഒരു രാത്രി ഇരുളിന്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലാവെളിച്ചത്തിൽ അവരുടെ ഭീതി നിറഞ്ഞ മുഖങ്ങൾ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അവർ പരസ്പരം ഒരക്ഷരം മിണ്ടാതെയാണ് മുന്നോട്ട് നടക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കൂട്ടത്തിലെ ഒരാൾ ഒരു മന്ത്രവാദിയെ കണ്ടിരുന്നു. അയാളാണ് നിധിയിരിക്കുന്ന സ്ഥലം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. ആ നിധി പക്ഷേ കുപ്രസിദ്ധ കടൽ കൊള്ളക്കാരൻ ക്യാപ്റ്റൻ വില്യം കിഡിൻ്റേതാണ്. തൻ്റെ ആത്മാവിനെ പിശാചിന് വിറ്റ ഭീകരനാണ് അയാൾ. അതുകൊണ്ട് തന്നെ പൈശാചിക ശക്തികളാണ് അയാളുടെ നിധിക്ക് കാവലിരിക്കുന്നത്. പരസ്പരം സംസാരിച്ചാൽ ആ ശക്തികൾ ഉണരുകയും നിധി എടുക്കാൻ ശ്രമിക്കുന്നവരെ അപായപ്പെടുത്തുകയും ചെയ്യും. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ആ ഭാഗ്യാന്വേഷികൾ ഒരക്ഷരം ഉരിയാടാതെ രാത്രിയുടെ മറവിൽ നിധിയിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുന്നത്. മുന്നിൽ നീങ്ങുന്ന ആളുടെ കയ്യിൽ മാത്രം ഒരു റാന്തൽ പ്രകാശിക്കുന്നുണ്ട്. കോടാലിയും മൺവെട്ടിയും ഒക്കെയാണ് മറ്റുള്ളവരുടെ കൈകളിൽ ഉള്ളത്. ഏതാണ്ട് 5 അടി താഴേക്ക് കുഴിച്ചപ്പോൾ തന്നെ അവർക്ക് ഓക്ക് തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പെട്ടി കാണുവാനായിട്ട് സാധിച്ചു. ഇരുമ്പ് പ്ലേറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു പുറംചട്ടയായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ അനേകം സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നു. സ്വർണ്ണ നാണയങ്ങളുടെ പ്രഭ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ ഒരാളുടെ വായിൽ നിന്നും അറിയാതെ 2 വാക്കുകൾ പുറത്തേക്ക് വീണുപോയി: താങ്ക് ഗോഡ്. ഇത് കേട്ടതോടെ മറ്റുള്ളവർ ഞെട്ടലോടെ അയാളെ ഒന്ന് നോക്കി. മന്ത്രവാദി പറഞ്ഞ വ്യവസ്ഥ തെറ്റിയിരിക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു വെള്ളിടി വെട്ടി. മിന്നലിന്റെ പ്രഭയിൽ 2 നിമിഷത്തേക്ക് അവർ പൂർണ്ണമായും അന്ധരായിപ്പോയി. മുഖത്ത് സൂചി കുത്തുന്നത് പോലെ വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ കണ്ണ് തുറന്നത്. കനത്ത മഴ ആരംഭിച്ചിരിക്കുന്നു. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന റാന്തൽ കൂടി അണഞ്ഞതോടെ കനത്ത ഇരുട്ട് ചുറ്റിനും വ്യാപിച്ചു. കുഴിയിലേക്ക് അണ പൊട്ടി ഒഴുകുന്നത് പോലെ മഴവെള്ളം വീഴുവാൻ തുടങ്ങിയതോടെ അവർ സകലതും ഉപേക്ഷിച്ച് കുഴിയുടെ മുകളിലേക്ക് ഒരു വിധത്തിൽ കയറിപ്പറ്റി. പെട്ടെന്ന് കുഴിയുടെ ഒരു വശം ഇടിഞ്ഞു താണതോടെ അവർ കുഴിച്ച കുഴിയും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നിധിപേടകവും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. ആകെ ഭയന്നുപോയ അവർ 4 പാടും ചിതറിയോടി. എങ്ങനെയൊക്കെയോ സ്വന്തം ഭവനങ്ങളിൽ എത്തിപ്പെട്ട അവർ ആരോടും ഒരക്ഷരം ഉരിയാടാതെ രാവിലെ വരെയും കഴിച്ചുകൂട്ടി. നേരം പുലർന്നതോടെ ഭയം മാറിയ അവര് വീണ്ടും ഒത്തുകൂടി രാത്രിയിൽ തങ്ങൾ കുഴിച്ച ആ ഒരു സ്ഥലത്തേക്ക് ഒന്നുകൂടി ചെന്നു. എന്നാൽ അവിടെ ചെന്ന അവർ ഞെട്ടിപ്പോയി. കനത്ത മഴയിലും മണ്ണൊലിപ്പിലും ആ സ്ഥലമാകെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് കുഴിച്ചതെന്ന് പോലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്ത വിധം അവിടെയെല്ലാം മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണ്. അത് കണ്ട് ഭയന്നുപോയ അവർ മനസ്സിൽ പറഞ്ഞു: ഹി ഈസ് ഡെവിൾ. ക്യാപ്റ്റൻ വില്യം കിഡ് ഈസ് എ ഡെവിൾ. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പല പ്രവാസി സുഹൃത്തുക്കളും ഉണ്ടാവും. അവരുടെ വരുമാനം കൊണ്ടായിരിക്കും കുടുംബം കഴിയുന്നത്. പെട്ടെന്ന് ഈ പ്രവാസിക്ക് മരണം പോലുള്ള ഒരു അത്യാഹിതം സംഭവിച്ചാൽ ആ കുടുംബത്തിന്റെ വരുമാനം തന്നെ നിലച്ചു പോകും. പിന്നീട് ആ കുടുംബം എങ്ങനെ ജീവിക്കും? നിങ്ങളിത് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി വലിയ തുക മുടക്കി കുറഞ്ഞ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസുകൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് കുറഞ്ഞ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കണം. ഉദാഹരണത്തിന് 820 രൂപയിൽ തുടങ്ങുന്ന 2 കോടി കവറേജ് ഒക്കെ കിട്ടുന്ന പ്ലാനുകൾ മാർക്കറ്റിൽ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം എപ്പോൾ വേണമെങ്കിലും കൂടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിനു വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. നമ്മൾ മരണപ്പെട്ടാലും ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ഒക്കെ സർക്കാരിന്റെ 5-10 ലക്ഷം ഒന്നും ആവണം എന്നില്ല. കുടുംബത്തിന് അത് വലിയ ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ നമ്മളും എടുത്തിരിക്കണം. ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്തേക്കാൾ 30-50% കുറഞ്ഞ ചെലവിൽ ടേം പ്ലാനുകൾ എടുക്കാവുന്നതാണ്. പല പ്ലാനുകൾക്കും 85 വയസ്സ് വരെയും 100 വയസ്സ് വരെയും കവറേജും ഉണ്ടാവും. ഏറ്റവും പെട്ടെന്ന് എടുത്താൽ ആ പ്രീമിയം തന്നെ അവസാനം വരെ അടച്ചാൽ മതി. പക്ഷേ താരതമ്യം ചെയ്ത് വേണം എടുക്കുവാനായിട്ട്. അത്തരത്തിൽ 51 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും താരതമ്യം ചെയ്ത് GST വേവർ അടക്കം നേടി 23% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ട ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇതുവഴി നിങ്ങൾക്ക് കാലാവധി കഴിഞ്ഞാൽ അടച്ച പണം തിരികെ കിട്ടുന്നതും കിട്ടാത്തതും തുടങ്ങി എല്ലാത്തരം സ്കീമുകളും എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം. ചെറിയൊരു തുക കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ആരും മടി കാണിക്കരുത്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ അമേരിക്കയുടെ പസഫിക് തീരങ്ങളിൽ, പ്രത്യേകിച്ച് കെനബക്ക് നദിയുടെ തീരങ്ങളിൽ വസിച്ചിരുന്ന ആളുകൾ വിശ്വസിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ പറഞ്ഞു നടന്നിരുന്ന അനേകം കഥകളിൽ ഒന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്.
മന്ത്രവാദികളും ഭാവി പ്രവചിക്കുന്ന ആളുകളും ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നവരിൽ പ്രധാനികളായിരുന്നു. കടൽ കൊള്ളക്കാരനായിരുന്ന ക്യാപ്റ്റൻ കിഡ് താൻ നേടിയെടുത്ത നിധികളിൽ ഭൂരിഭാഗവും ഈ കെനബക്ക് നദിയുടെ തീരങ്ങളിൽ എവിടെയോ രഹസ്യമായിട്ട് കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് വ്യാപകമായിട്ട് അക്കാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. ഒരിക്കൽ ഒരു കൂട്ടം ചെറുപ്പക്കാര് കിഡിന്റെ നിധി തേടി ഒരു മന്ത്രവാദിനിയുടെ അരികിൽ എത്തിച്ചേർന്നു. അവരുടെ കയ്യിൽ അത്ഭുത ശക്തിയുള്ളൊരു കല്ലുണ്ടെന്നും അതിൽ നോക്കിയാൽ പണ്ട് നടന്നിട്ടുള്ള പല കാര്യങ്ങളും കാണുവാൻ സാധിക്കുമെന്നുമായിരുന്നു ആളുകൾ കരുതിയിരുന്നത്. ക്യാപ്റ്റൻ കിഡ് ശരിക്കും ഇവിടെ എത്തിയിരുന്നു എന്നാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് അറിയേണ്ടിയിരുന്നത്. കണ്ണടച്ചിരുന്ന് മന്ത്രങ്ങൾ ഉരുവിട്ട് നാടകീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആ മന്ത്രവാദിനി താൻ നേരിട്ട് കാണുന്നത് പോലെ ഒരു സംഭവം പറഞ്ഞു തുടങ്ങി. കടലിന്റെ മുകളിൽ കട്ടിയേറിയ മൂടൽമഞ്ഞ് തങ്ങി നിൽക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറു കപ്പൽ പുറത്തേക്ക് അതിവേഗതയിൽ നീങ്ങി വരികയാണ്. തൊട്ടുപുറകെ ഒരു കൂറ്റൻ പോർട്ടുഗീസ് പടക്കപ്പൽ പാഞ്ഞു വരുന്നുണ്ട്. അതോടുകൂടി കഴുകൻ ചിറക് വിരിച്ചതുപോലെ മുന്നിലെ ചെറുകപ്പലിന്റെ പായകൾ പൂർണ്ണമായും നിവർന്നു. ആ ചെറിയ കപ്പൽ വേഗത വർദ്ധിപ്പിക്കുകയാണ്. മുന്നിലെ ചെറുകപ്പലിന്റെ മുകളിൽ തുപ്പിധരിച്ച് ശാന്തനായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. സാക്ഷാൽ ക്യാപ്റ്റൻ വില്യം കിഡ്. കൊള്ളക്കാരെ നേരിടാൻ ഇറങ്ങി കടൽ കൊള്ളക്കാരൻ തന്നെയായി മാറിയ ക്യാപ്റ്റൻ കിഡ്. നേരം ഇരുട്ടി തുടങ്ങുന്ന സമയം കിഡിന്റെ ചെറു കപ്പല് കെനബക്ക് നദിയുടെ അഴിമുഖത്തേക്ക് അടുക്കുകയാണ്. ആഴം കുറഞ്ഞ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ അഴിമുഖത്തുകൂടെ അനായാസേന കിഡിന്റെ ചെറിയ കപ്പല് നദിക്കുള്ളിലേക്ക് കടന്നെങ്കിലും അത് നോക്കി നിൽക്കാനേ പുറകെ വന്ന പോർട്ടുഗീസ് പടക്കപ്പലിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ കിഡ് കുടുങ്ങി എന്ന് തന്നെയാണ് പുറകെ വന്ന പോർട്ടുഗീസ് ക്യാപ്റ്റൻ കരുതിയത്. ആഴം കുറഞ്ഞ നദിയിലൂടെ അധികം മുന്നേറുവാനായിട്ട് കിഡിന് കഴിയില്ല. അയാൾക്ക് ഇതേ വഴി തന്നെ തിരിച്ചിറങ്ങി വന്നേ മതിയാവൂ. പോർട്ടുഗീസ് കപ്പിത്താൻ തന്റെ ബോട്ടുകളെ നദിയുടെ ഉള്ളിലേക്ക് പറഞ്ഞുവിട്ട ശേഷം അഴിമുഖത്ത് കാവൽ നിൽക്കുവാൻ തന്നെ തീരുമാനമെടുത്തു. എന്നാൽ അകത്തേക്ക് കടന്ന ക്യാപ്റ്റൻ കിഡ് തനിക്കിനി തിരികെ പോകുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ തന്നെ തീരുമാനിച്ചു. അനേകം സ്പാനിഷ് പോർട്ടുഗീസ് കപ്പലുകൾ ആക്രമിച്ച് പിടിച്ചെടുത്ത സ്വർണവും വെള്ളിയും സിൽക്കും മറ്റുമാണ് ഈ കിഡിന്റെ കപ്പലിൽ ഉള്ളത്. കിഡ് തന്റെ ബോട്ടുകളിലേക്ക് നിധിയുടെ ഒരു ഭാഗം മാറ്റുകയും കെനബക്ക് നദിയുടെ തീരങ്ങളിലും ചെറുദ്വീപുകളിലൊക്കെയായിട്ട് അന്ന് രാത്രി തന്നെ കുഴിച്ചിടുകയും ചെയ്തു. ശേഷം അയാൾ സാത്താനോട് ഒരു കരാറിൽ ഏർപ്പെട്ടു. താനല്ലാതെ മറ്റൊരാൾ ഈ നിധി കുഴിച്ചെടുത്താൽ സകല വിപത്തുകളും അയാളെ പിടികൂടും. ഇതിന് പകരം തന്റെ ആത്മാവിനെ തന്നെയാണ് അയാൾ പിശാചിന് വിറ്റത്. ഭാരം കുറഞ്ഞതോടെ വേഗത വർദ്ധിപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ കിഡ് രാത്രിയുടെ മറവിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ആ നിധി എടുക്കുവാനായിട്ട് ക്യാപ്റ്റൻ കിഡ് അവിടേക്ക് തിരികെ വന്നതേയില്ല. ഇത്രയും പറഞ്ഞ ശേഷം ആ മന്ത്രവാദിനി ആ ചെറുപ്പക്കാരെ നോക്കി പറഞ്ഞു, സാത്താനെ പിടിച്ചു കിട്ടാനുള്ള വിദ്യ എനിക്കറിയാം, നിധി എവിടെയാണെന്നുള്ളതും എനിക്കറിയാം. ഈ നിധിയിരിക്കുന്ന സ്ഥലം കണ്ടെത്തുവാനായിട്ട് മന്ത്രവാദിക്ക് എന്തും കൊടുക്കുവാനായിട്ട് ആ ചെറുപ്പക്കാർ തയ്യാറായിരുന്നു. ഇത്തരത്തിൽ മന്ത്രവാദികളും മന്ത്രവാദിനികളും ഉണ്ടാക്കിയെടുത്ത പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകളാണ് പിന്നീട് യാഥാർത്ഥ്യമാണ് എന്ന് ആളുകൾ കരുതിയത്. അങ്ങനെ കരുതി തുടങ്ങിയതോടെ ക്യാപ്റ്റൻ കിഡ് അമേരിക്കയിലെയും യൂറോപ്പിലെയും കുട്ടികളുടെ മനസ്സിലെ ഹീറോ ആയി മാറി. ഇതേസമയം മുതിർന്ന ആളുകളാവട്ടെ കിഡ് ഉപേക്ഷിച്ചു പോയ നിധി തേടി കിഡ് പോയ വഴികളിലൂടെ അലയുവാനും ആരംഭിച്ചു. ഇന്നുപോലും നിധിവേട്ടക്കാരുടെ സൂപ്പർ ഹീറോ ആയ കിഡ് ശരിക്കും ആരായിരുന്നു എന്നാണ് നമ്മളിനി കാണുവാൻ പോകുന്നത്. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, കിഴക്ക് ഇന്ത്യ, ഇതായിരുന്നു ഒരു കാലം വരെയും യൂറോപ്യൻസിന്റെ ലോകം. ഇതിനുശേഷം അവർ ന്യൂ വേൾഡ് എന്ന് വിളിക്കുന്ന അമേരിക്കൻ വൻകര കണ്ടെത്തുകയും ഇന്ത്യയിലേക്കും ഈസ്റ്റ് ഇൻഡീസ് എന്ന് വിളിക്കുന്ന ഇന്തോനേഷ്യൻ ഭാഗങ്ങളിലേക്കും സമുദ്രമാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തതോടെ ഈ സ്ഥലങ്ങളിലൊക്കെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനായിട്ട് അക്കാലത്തെ നാവിക ശക്തികളായിരുന്ന പോർട്ടുഗലും സ്പെയിനും തമ്മിൽ പൊരിഞ്ഞ മത്സരം തന്നെയാണ് ആരംഭിച്ചത്. അവരുടെ കണ്ണിൽപ്പെടാത്ത സ്ഥലങ്ങൾ മാത്രമാണ് മറ്റ് സമുദ്രശക്തികളായിരുന്ന ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ലഭിച്ചിരുന്നത്. എന്നാൽ ഇംഗ്ലീഷുകാർ മറ്റൊരു രീതി കൂടി അവലംബിച്ചു. സ്പാനിഷ്, പോർട്ടുഗീസ്, ഫ്രഞ്ച് കപ്പലുകൾ കൊള്ളയടിക്കുക എന്നതായിരുന്നു അത്. അവർക്ക് ഇതിന് പ്രചോദനമായത് രണ്ട് സംഭവങ്ങളാണ്. ഒന്നാമത്തെ സംഭവം നടന്നത് 1592 ഗോവയിൽ നിന്നും പുറപ്പെട്ട മാദ്രെ ജെ ദേവൂസ് എന്ന പേരുള്ള ഒരു കൂറ്റൻ പോർട്ടുഗീസ് ചരക്ക് കപ്പല് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഫ്ലോർസ് അല്ലെങ്കിൽ ഇല ദാസ് ഫ്ലോറീസ് എന്ന ദ്വീപിൽ വെച്ച് ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. ധാരാളം പൂക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ ദ്വീപിന് ഈ പേര് ലഭിച്ചത്. ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പോർട്ടുഗീസുകാർ സംഭരിച്ച ടൺ കണക്കിന് ചരക്കുകളായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. മാദ്രെ ജെ ദേവൂസ് എന്നാൽ ദൈവമാതാവ് അഥവാ സെന്റ് മേരി എന്നാണ് അർത്ഥം. ലിസ്ബണിലെ മാരിടൈം മ്യൂസിയത്തിൽ ഇരിക്കുന്ന ഈ കപ്പലിന്റെ ഒരു മാതൃകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 900 ടൺ കാർഗോ വഹിക്കുവാൻ ശേഷിയുണ്ടായിരുന്ന ഈ കപ്പലിൽ 420 ടൺ കുരുമുളകും 45 ടൺ ഗ്രാമ്പുവും 35 ടൺ കറുവാപ്പട്ടയും
6 ടൺ ജാതിക്കയും ജാതിപത്രയും ഉണ്ടായിരുന്നു. കൂടാതെ ദേവദാരു കൊണ്ടുണ്ടാക്കിയ പെട്ടികളിൽ നമ്മുടെ കോഴിക്കോട് ഉണ്ടാക്കിയിരുന്ന കലീക്കോ തുണികളിൽ പൊതിഞ്ഞ രീതിയിൽ സ്വർണവും വെള്ളി നാണയങ്ങളും രത്നങ്ങളും പവിഴങ്ങളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 500,000 പൗണ്ടിന് തുല്യമായ കാർഗോ ആണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇത് അന്നത്തെ ഇംഗ്ലീഷ് ഖജനാവിന്റെ പകുതിയോളം വരുമായിരുന്നു. പിടിച്ചെടുത്ത ശേഷം ഇത് ഡാർട്ട്മത്ത് തുറമുഖത്തേക്കാണ് അവർ കൊണ്ടുപോയത്. അവിടെ ഉണ്ടായിരുന്ന മാന്യന്മാരായിട്ടുള്ള ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറി മോഷണവും കൊള്ളയടിയും തുടങ്ങി. അവസാനം പട്ടാളക്കാർ വന്നിട്ട് ആളുകളെ തുരത്തി ഓടിച്ച ശേഷം കണക്കെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഉണ്ടായിരുന്നത് 1,40,000 പൗണ്ടിന് തുല്യമായ സാധനങ്ങൾ മാത്രമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ എത്രത്തോളം സമ്പത്തുണ്ടാവുമെന്ന് ഇംഗ്ലീഷുകാർക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലായത്. അങ്ങനെ 1608 സൂറത്തിലെത്തിയ ഇംഗ്ലീഷുകാർ 1613 മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്തു. പിന്നീട് വന്ന ഔറംഗസേബുമായിട്ട് 1686 ഇംഗ്ലീഷുകാർ യുദ്ധത്തിൽ ഏർപ്പെടുകയും അവസാനം രമ്യതയിലാകുകയും ചെയ്തു. അങ്ങനെ മുഗൾ ചക്രവർത്തിയും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ബന്ധം വലിയ പരിക്കില്ലാതെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് മറ്റൊരു സംഭവം നടന്നത്. 1695 കുപ്രസിദ്ധ കടൽ കൊള്ളക്കാരൻ ഹെൻറി എവറി മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഗഞ്ചൈ സവായി എന്ന ചരക്ക് കപ്പൽ പിടിച്ചെടുത്തു. ഏതാണ്ട് 6 ലക്ഷം പൗണ്ട് വരുന്നത്ര ചരക്കാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതുവരെയും കുഴപ്പമില്ലാതെ പോയിരുന്ന ഇംഗ്ലീഷ് മുഗൾ കച്ചവട ബന്ധം അതോടുകൂടി വഷളായി. ഇത്തരം കടൽ കൊള്ളക്കാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ ഇംഗ്ലണ്ടിന് കിട്ടേണ്ട മുതൽ വല്ല വഴിക്കും പോകുമെന്ന് അവർക്ക് പിടികിട്ടി. പണ്ട് സ്പെയിനിട്ടും പോർട്ടുഗലിട്ടും അറബികൾക്കിട്ടും കൊടുത്ത പണി തിരിച്ചു കിട്ടിയപ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് അതിന്റെ രുചി മനസ്സിലായത്. അങ്ങനെ ഹെൻറി എവറി ഔറംഗസേബിന്റെ ഗഞ്ചൈ സവായി പിടിച്ചെടുത്ത അതേ വർഷം 1695 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന വില്യം മൂന്നാമൻ ന്യൂയോർക്ക് ഗവർണറായിരുന്ന ബെല്ലമൊണ്ട് പ്രഭുവിനെ തന്റെ അരിയിലേക്ക് വിളിപ്പിച്ച ശേഷം സുപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. രാജാവ് ഈ പ്രഭുവിനോട് പറഞ്ഞത് ഇതാണ്: ഈസ്റ്റ് ഇൻഡീസിലും കരീബിയൻ കടലിലും അമേരിക്കൻ തീരങ്ങളിലും കടൽ കൊള്ളക്കാരുടെ ശല്യം സഹിക്കുക വയ്യാതെ ആയിട്ടുണ്ട്. അവര് സ്വന്തം കൊടി തന്നെ ഉയർത്തി ലവലേശം ഭയമില്ലാതെ കടലിലും നദികളിലും തീരങ്ങളിലും ആക്രമണങ്ങൾ നടത്തുകയാണ്. പള്ളികളും ചെറിയ നഗരങ്ങളും പാർപ്പിടങ്ങളും ഒക്കെ അവർ യാതൊരു ദയയും കൂടാതെ ആക്രമിക്കുകയാണ്. ഇത്തരം കൊള്ളയും കൊലപാതകങ്ങളും നടത്തിയ ശേഷം അവര് ആഫ്രിക്കയുടെ കിഴക്കൻ ഭാഗത്തുള്ള മഡഗാസ്കർ പോലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളിലേക്കാണ് പിൻവലിയുന്നത്. അവിടെ അവര് സ്വന്തം തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രഭുക്കന്മാരെ പോലെ ജീവിക്കുന്നു. കൂടാതെ അമേരിക്കൻ തീരങ്ങളിലെ റോഡ് ഐലൻഡ്, ലോങ് ഐലൻഡ് ഇവിടെയൊക്കെ അവർക്ക് സങ്കേതങ്ങളുമുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണവും പണവും നിധിയുമാണ് ഇത്തരം കൊള്ളക്കപ്പലുകൾ നിറയെ ഉള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു പ്രൈവറ്റ് എക്സ്പെഡീഷൻ തന്നെ തുടങ്ങുവാനായിട്ടാണ് ഈ രാജാവ് വില്യം പദ്ധതിയിട്ടിരിക്കുന്നത്. കൊള്ളക്കാരെ പിടിക്കുവാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ആളുകളെ നിയോഗിക്കുന്നതിൽ ഈ വില്യം മൂന്നാമന് വേറെയും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഖജനാവ് ഏതാണ്ട് കാലിയായ സമയമായിരുന്നു അത്. പൈറേറ്റ് ഷിപ്പുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ അത് നികത്താൻ സാധിക്കുമെന്നാണ് വില്യം കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഈ ദൗത്യത്തിന് മറ്റൊരു രഹസ്യ സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ വേറെ കുറച്ച് പ്രഭുക്കന്മാർ ഈ ദൗത്യത്തിന് വേണ്ടുന്ന ചെലവ് വഹിക്കുവാനായിട്ട് തയ്യാറായിരുന്നു. എന്നാൽ പൈറേറ്റ് ഷിപ്പുകൾ മാത്രമല്ല ആക്രമിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നതായിരുന്നു ഈ ദൗത്യത്തിലെ രഹസ്യമായ പ്രധാനമുള്ള ഭാഗം. ഇംഗ്ലണ്ടിന്റെ ശത്രുക്കളായിട്ടുള്ള ഫ്രഞ്ചുകാർ, പോർട്ടുഗീസുകാർ, സ്പാനിഷുകാർ, അറബികൾ ഇവരുടെ കപ്പലുകളും ഇവർക്ക് ആക്രമിക്കാം. എന്നാൽ അന്ന് ഇംഗ്ലണ്ടുമായിട്ട് രമ്യതയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഡച്ചുകാരുമായിട്ടും അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസേബിന്റെയും കപ്പലുകൾ ആക്രമിക്കാനായിട്ട് പാടില്ല. ഹെൻറി എവറി കാണിച്ച അതിക്രമണം കാരണമുണ്ടായ അകൽച്ച പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ ഫ്രഞ്ച്, പോർട്ടുഗീസ്, അറബ് കപ്പലുകൾ ആക്രമിക്കുമ്പോൾ ഇത് ഇംഗ്ലീഷുകാരാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയാൽ അത് തുറന്ന യുദ്ധത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അവിടെയാണ് അടുത്ത വിധി പ്രയോഗിക്കുന്നത്. ഇക്കൂട്ടത്തിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ പതാക മുകളിൽ പറത്തിക്കൊണ്ട് വേണം മറ്റുള്ളവരെ ആക്രമിക്കുവാനായിട്ട്. ഉദാഹരണത്തിന് പോർട്ടുഗീസ് കപ്പൽ ആക്രമിക്കുമ്പോൾ ഫ്രഞ്ച് പതാകയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഫ്രഞ്ചുകാർ ചെയ്ത പണിയാണ് എന്ന് അവരങ്ങ് കരുതിക്കോളും. ചുരുക്കത്തിൽ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ചുമത്തി ഇവർക്ക് രക്ഷപ്പെടാം. ഇത്തരം മുന്തിയ തരം കടൽക്കൊള്ള നടത്തുവാൻ പറ്റിയ ആളെ വേണം എന്നാണ് ഇംഗ്ലീഷ് ചക്രവർത്തി ബെല്ലമൊണ്ട് പ്രഭുവിനോട് പറയുന്നത്. ഈ ഒരു രഹസ്യ ദൗത്യത്തിൽ ഏതൊക്കെ പ്രഭുക്കന്മാർ പങ്കുചേരുന്നുവോ അവർക്കെല്ലാം കൊള്ള മുതലിന്റെ ഒരു ഭാഗം ലഭിക്കുകയും ചെയ്യും. ആക്രമണം നയിക്കുന്ന ക്യാപ്റ്റനും നാവികർക്കും ഓരോ ഭാഗങ്ങൾ വീതം എടുക്കാം. ഏറ്റവും കൂടുതൽ ശതമാനം കിട്ടുക സ്വാഭാവികമായും ചക്രവർത്തിക്ക് തന്നെയാവും. എന്നാൽ ഈ ദൗത്യത്തിനായിട്ട് ഇംഗ്ലീഷ് കപ്പലുകൾ ഒന്നും തന്നെ ഔദ്യോഗികമായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഖജനാവിൽ നിന്നും കാശും കിട്ടില്ല. അതുകൊണ്ട് പുതിയ കപ്പൽ വാങ്ങിക്കുവാനായിട്ട് ഈ പ്രഭുക്കന്മാർ തന്നെ പണം മുടക്കണം. അതായത് രാജാവിന്റെ പങ്ക് ഇതിലുണ്ടെന്ന് ആരും അറിയുവാനായിട്ട് പാടില്ല. അല്പം പോലും നനയാതെ ചക്രവർത്തിക്ക് കാശ് കിട്ടും.
കുഴപ്പമുണ്ടായാൽ ഈ പ്രഭുക്കന്മാരുടെ തലയിൽ പഴിചാരി ഇയാൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. വേറെ വഴിയില്ലാത്തത് കൊണ്ടാവണം ഈ ബെല്ലമുണ്ട് പ്രഭു ഈ അപകടം പിടിച്ച ഈ ഒരു പണിക്ക് തല വെച്ച് കൊടുക്കുക തന്നെ ചെയ്തത്. ഇനി ഇതിനായിട്ട് പറ്റിയ ഒരു ക്യാപ്റ്റനെ കണ്ടെത്തുക എന്നതാണ് അടുത്ത പണി. വടക്കേ അമേരിക്കൻ തീരങ്ങളും കരീബിയൻ തീരങ്ങളും നന്നായിട്ട് അറിയാവുന്ന ആളാവണം ക്യാപ്റ്റൻ. മാത്രവുമല്ല മറ്റ് കപ്പലുകൾ ആക്രമിച്ച് ചരക്കുകൾ തട്ടിയെടുക്കാനുള്ള തന്ത്രവും കൂടാതെ ആളുകളെ കൂടെ നിർത്താനുള്ള കൗശലവും ഒക്കെ ഉള്ള ആളായിരിക്കണം കപ്പിത്താന്. അപ്പോഴാണ് ഈ ബെല്ലമുണ്ട് പ്രഭുവിന്റെ സുഹൃത്തായിട്ടുള്ള റോബർട്ട് ലിവിങ്സ്റ്റൺ ഒരാളുടെ കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്നത്. ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു സ്കോട്ടിഷ് കുടുംബത്തിലെ ആളാണ് ഈ പറയുന്ന മനുഷ്യൻ. ഒന്നാം തരം കച്ചവടക്കാരനും ധൈര്യശാലിയും വിശ്വസ്തനുമാണ് അയാള്. പേര് വില്യം കിഡ്. ചക്രവർത്തിക്ക് ആവശ്യമുള്ള ആൾ തന്നെയാണ് വില്യം കിഡ് എന്ന് റോബർട്ട് ലിവിങ്സ്റ്റൺ പറയുവാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. 1689 കിഡ് ഒരു ഫ്രഞ്ച് കപ്പലിൽ നാവികനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. 110 ഫ്രഞ്ചുകാരും 7 ഇംഗ്ലീഷുകാരും ഒരു സ്കോട്ട്ലൻഡുകാരനും ഒക്കെയായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. കരീബിയൻ കടലിലായിരുന്നു അവരപ്പോൾ ആ സമയം നീങ്ങിക്കൊണ്ടിരുന്നത്. പലവിധ കാരണങ്ങളാൽ ക്യാപ്റ്റനുമായിട്ട് വഴക്കിട്ട കിഡും റോബർട്ട് കലഫോർഡ് എന്ന മറ്റൊരു ഇംഗ്ലീഷ് നാവികനും വേറെ 5 ഇംഗ്ലീഷ് നാവികരും കൂടി ഫ്രഞ്ച് ക്യാപ്റ്റനെതിരെ കലാപം നടത്തുകയും ഈ കപ്പൽ പിടിച്ചെടുത്ത് ബ്ലസ്ഡ് വില്യം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ശേഷം അവര് കിഡിനെയാണ് നമ്മുടെ ഈ ക്യാപ്റ്റൻ വില്യം കിഡിനെയാണ് കപ്പിത്താനാക്കിയത്. ഈ സമയം കിഡിന് 35 വയസ്സും മുമ്പ് പറഞ്ഞ ഈ കിഡിന്റെ കൂടെ ഈ ഒരു കലാപത്തിന് കൂട്ടുനിന്ന കലഫോർഡിന് 22 വയസ്സുമായിരുന്നു പ്രായം. അറ്റ്ലാന്റിക്കിലൂടെ കറങ്ങി നടന്ന അവര് ഒട്ടനവധി ഫ്രഞ്ച് കപ്പലുകൾ ആക്രമിക്കുകയും ചരക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നിവീസ് എന്ന ദ്വീപിലേക്ക് പോയ അവര് അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഗവർണർക്ക് വേണ്ടി ഫ്രഞ്ച് കപ്പലുകൾ ആക്രമിച്ച് ചരക്കുകൾ പിടിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. മറി ഗലാർഡ് എന്ന ഫ്രഞ്ച് ദ്വീപ് ആക്രമിച്ച കിഡും കൂട്ടരും അവിടെയുള്ള ഫ്രഞ്ച് കോളനി നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരം പണികൾക്കെല്ലാം കൂലി കൊടുക്കാതെ കിട്ടുന്ന കൊള്ള മുതലിന്റെ ഒരു ഭാഗം എടുത്തുകൊള്ളാനാണ് ഈ നിവീസ് ഗവർണർ കിഡിനോട് പറഞ്ഞത്. എന്നാൽ ഈ ജോലി അധിക നാളും നീണ്ടു നിന്നില്ല. 1690 ആദ്യത്തെ കലാപത്തിന് കൂട്ടുനിന്ന റോബർട്ട് കലഫോർഡ് തന്നെ കിഡിനെതിരെ മറ്റൊരു കലാപം നടത്തുകയും കിഡിനെ പുറത്താക്കുകയും ചെയ്തു. കലഫോർഡും കിഡും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശത്രുത അന്ന് മുതലാണ് ആരംഭിച്ചത്. ഒരു വർഷത്തിന് ശേഷം ആന്റിഗയിൽ വെച്ച് കിഡ് കരയിലിറങ്ങിയ സമയത്ത് ഈ കലഫോർഡ് ബ്ലസ്ഡ് വില്യം എന്ന് പറഞ്ഞ ആ കപ്പല് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു. എന്നാൽ ഇതിന് ശേഷവും കിഡ് മറ്റൊരു ഫ്രഞ്ച് കപ്പൽ പിടിച്ചെടുക്കുകയും ഈ ഇംഗ്ലീഷ് പ്രമുഖന്മാർക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി കൊള്ളകൾ നടത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് സർക്കാരിന് വേണ്ടിയിട്ട് ശത്രുക്കളായിട്ടുള്ള ഫ്രഞ്ച്, സ്പാനിഷ്, പോർട്ടുഗീസ് കപ്പലുകൾ ആക്രമിച്ച് കൊള്ള മുതൽ കൈക്കലാക്കുന്ന ഇത്തരം ആളുകളെ പ്രൈവറ്റേഴ്സ് എന്ന ഓമനപ്പേരിലാണ് അക്കാലത്ത് വിളിച്ചിരുന്നത്. അതായത് കിഡ് നേരത്തെ ചെയ്തിരുന്ന പണിയും ചക്രവർത്തി ഇപ്പോൾ ഏൽപ്പിക്കുവാൻ പോകുന്ന പണിയും ആ ജോലിയും ഒന്നു തന്നെയാണ്. രാജ്യത്തിന് വേണ്ടി ശത്രു കപ്പലുകൾ ആക്രമിച്ച് ചരക്കുകൾ പിടിച്ചെടുത്ത് ഖജനാവ് നിറയ്ക്കുക. കിഡിന്റെ പ്രൊഫൈൽ കണ്ടതോടെ ബെല്ലമുണ്ട് പ്രഭുവിനും വില്യം ചക്രവർത്തിക്കും പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ കിഡ് തന്നെയാണ് ഈ ദൗത്യത്തിന് യോജിച്ച ആള്. ഇതേസമയം സാറ കോക്സ് എന്നു പേരുള്ള ഒരു വിധവയെ കല്യാണം കഴിച്ചിട്ട് ന്യൂയോർക്കിൽ സുഖമായിട്ട് താമസിച്ചു വരികയായിരുന്നു ക്യാപ്റ്റൻ കിഡ്. അതിൽ 2 പെൺകുട്ടികളും കിഡിനുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടിയുടെ പേര് എലിസബത്ത് എന്നാണ് ചില രേഖകളിൽ കാണുന്നത്. അഡ്വഞ്ചർ എന്നൊരു പുതിയ കപ്പലാണ് കിഡിന് കൊടുക്കുവാനായിട്ട് ബെല്ലമുണ്ട് പ്രഭു തീരുമാനിച്ചത്. അഡ്വഞ്ചർ ശരിക്കും ഒരു ഹൈബ്രിഡ് ഷിപ്പായിരുന്നു. അതായത് കാറ്റിന്റെ ശക്തി വിനിയോഗിച്ചിട്ട് പായകൾ ഉപയോഗിച്ച് സെയിൽ ചെയ്യുവാനും അതില്ലാത്തപ്പോൾ തുഴകൾ ഉപയോഗിച്ച് തുഴഞ്ഞു നീങ്ങുവാനായിട്ടും ഈ അഡ്വഞ്ചറിന് സാധിക്കുമായിരുന്നു. ബെല്ലമുണ്ട് പ്രഭു, റോബർട്ട് ലിവിങ്സ്റ്റൺ, ഓക്സ്ഫോർഡ് പ്രഭു തുടങ്ങിയ 6ഓളം ഇംഗ്ലീഷ് ധനികരായിരുന്നു ഇതിനുവേണ്ടി മുതൽ മുടക്കിയത്. അന്നത്തെ കണക്കിന് ഏതാണ്ട് 1 ലക്ഷം പൗണ്ട് മുടക്കിയാണ് 1696 ഓഗസ്റ്റിൽ അവർ ഈ കപ്പൽ വിലയ്ക്ക് വാങ്ങിയത്. ഫുൾ സെയിലിൽ ഏതാണ്ട് 16 നോട്ട്സ് അല്ലെങ്കിൽ 26 km/h വേഗത കൈവരിക്കുവാനായിട്ട് അഡ്വഞ്ചറിന് സാധിക്കുമായിരുന്നു. എന്നാൽ തുഴയുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 3 നോട്ട്സ് മാത്രമാണ് കൈവരിക്കാൻ സാധിക്കുക. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റില്ലാത്ത സമയത്ത് പോലും തുഴഞ്ഞു നീങ്ങുവാനായിട്ട് ഈ ഒരു കപ്പലിന് സാധിക്കും. പ്രതിരോധത്തിനായിട്ട് 32 ചെറു പീരങ്കികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവയെ സൈക്കർ എന്നാണ് വിളിക്കുക. ഏതാണ്ട് 3 മീറ്റർ നീളവും 850 കിലോഗ്രാം ഭാരവും ഇതിനുണ്ടാവും. 2 കിലോ വെടിമരുന്ന് നിറച്ചാൽ 2.25 കിലോമീറ്റർ വരെയും ദൂരത്തിൽ വെടിയുതിർക്കുവാനായിട്ട് ഈ സൈക്കർ പീരങ്കികൾക്ക് സാധിക്കും. അഡ്വഞ്ചർ എന്ന ഈ ഒരു കപ്പലിന്റെ ഒരു രേഖാചിത്രം പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. എന്നാൽ ഇതേ ഡിസൈനിൽ പണിതിറക്കിയ HMS ചാൾസ് എന്ന കപ്പലിന്റെ പെയിന്റിംഗ് കണ്ടാൽ അഡ്വഞ്ചർ എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വഴിയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ, കപ്പലുകൾ, അതിനുള്ളിലെ ആളുകൾ, ദ്വീപുകൾ തുടങ്ങിയ സകല കാര്യങ്ങളും ദിനം പ്രതി രേഖപ്പെടുത്തി വെക്കണമെന്ന് കിഡിന് പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു. കൂടാതെ പിടിച്ചെടുക്കുന്ന കപ്പലുകളിലെ കാർഗോ ഇനം തിരിച്ച് തൂക്കം, മതിപ്പ് വില തുടങ്ങിയ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ എഴുതി വെക്കുകയും വേണം. ന്യൂയോർക്കിലെ ധനികയായ ഒരു വിധവയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു വരുന്ന വേളയിൽ കിഡ് എന്തിനാണ്
ഇതുപോലെ അപകടം പിടിച്ച ഒരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചത് എന്ന് ഇന്നും ആളുകളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ പണത്തോടുള്ള ആർത്തിയാവാം, അല്ലെങ്കിൽ പ്രശസ്തിയാവാം ഇതിന്റെ കാരണം. അതുമല്ലെങ്കിൽ ഈ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് കിഡ് നിർബന്ധിതനായി തീർന്നിട്ടുണ്ടാവാം. എന്തായാലും 80ഓളം വരുന്ന കൊടും കുറ്റവാളികളെയാണ് കിഡ് ഈ ന്യൂയോർക്കിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും നാവികരായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ 1696 ഏപ്രിൽ 23 അഡ്വഞ്ചർ ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര തിരിച്ചു. യാത്ര തുടങ്ങുമ്പോൾ കിഡിന് ഏതാണ്ട് 51 വയസ്സുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. നേരെ അറ്റ്ലാന്റിക് കുറുകെ കടന്ന് ന്യൂയോർക്കിൽ ചെന്ന് ഭാര്യയെയും കുട്ടികളെയും കണ്ട ശേഷം യാത്ര തുടരണം എന്നാണ് കിഡ് കരുതിയത്. ഈ പോകുന്ന പോക്കിൽ ഒരു ഫ്രഞ്ച് കച്ചവട കപ്പൽ കിഡ് ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. ഏതാണ്ട് $1700 മൂല്യമുള്ള ചരക്കുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഡോളർ എന്ന് പറയുന്നത് ഇന്നത്തെ US അല്ല, മറിച്ച് അക്കാലങ്ങളിൽ അമേരിക്കൻ കോളനികളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പീസ് ഓഫ് 8 എന്നറിയപ്പെട്ടിരുന്ന സ്പാനിഷ് സിൽവർ ഡോളറാണ് അത്. ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബൽ കറൻസിയാണ് സ്പാനിഷ് ഡോളർ. 8 റിയാൽസ് കൂടുന്നതാണ് ഒരു സ്പാനിഷ് ഡോളർ. ഒരു സ്പാനിഷ് ഡോളർ നമ്മൾ കയ്യിലെടുത്തിട്ട്, ആ ഒരു കോയിൻ കയ്യിലെടുത്തിട്ട് ഫിസിക്കലി നമ്മൾ 8 തുല്യ ഭാഗങ്ങളായിട്ട് കഷ്ണിച്ചാലും അതിൻ്റെ ഒരു ഭാഗത്തിന് 1 റിയാൽ വില കിട്ടുമായിരുന്നു. റോയൽ എന്ന അർത്ഥം തന്നെയാണ് റിയാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പാനിഷ് ഡോളറിന് പീസ് ഓഫ് 8 എന്ന പേര് ലഭിച്ചത്. ഈ റിയാൽസ് ആണ് പിന്നീട് പല രാജ്യങ്ങളുടെയും കറൻസിയുടെ പേരിന് കാരണമായത്. സ്പാനിഷ് ഡോളർ ഇന്ന് പിസോ അല്ലെങ്കിൽ പെസോ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സ്പാനിഷ് ഡോളറിന്റെ അന്നത്തെ സിമ്പലാണ് ഇന്ന് US കിട്ടിയിരിക്കുന്നത്. പിടിച്ചെടുത്ത ഫ്രഞ്ച് കപ്പലുമായിട്ട് ന്യൂയോർക്കിലെത്തിയ കിഡ് അത് വിറ്റ ശേഷം ആ കാശ് കൊണ്ട് കുറച്ചുകൂടി നാവികരെ തന്റെ സംഘത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. ഇവരുടെ ഈ പോക്കിൽ ഇവര് ആക്രമിച്ച് പിടിച്ചെടുക്കുന്ന കപ്പലുകളിൽ നിന്നും കിട്ടുന്ന തുക എല്ലാ നാവികർക്കും തുല്യമായിട്ട് വീതിക്കാമെന്നായിരുന്നു കിഡിന്റെ ഓഫർ. അങ്ങനെ കിഡിന്റെ കൂടെ ചേർന്ന പലരും മുൻ പൈറേറ്റുകൾ തന്നെയായിരുന്നു. അങ്ങനെ തന്റെ സംഘബലം 80 നിന്നും 155 ആക്കി കിഡ് ഉയർത്തി. 1696 സെപ്റ്റംബർ 6 അഡ്വഞ്ചർ ന്യൂയോർക്കിൽ നിന്നും യാത്ര തിരിച്ചത്. കിഡിന്റെ ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്രമാണ്. കാരണം അക്കാലത്തെ പൈറേറ്റുകളുടെ പ്രധാന താവളം മഡഗാസ്കർ ദ്വീപ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്നും തിരികെ വരുന്ന ഫ്രഞ്ച്, ഡച്ച്, പോർട്ടുഗീസ് കപ്പലുകളെ ആക്രമിച്ചാണ് ഈ പൈറേറ്റുകൾ ജീവിച്ചിരുന്നത്. കിഡിന്റെ കാര്യത്തിൽ ഇക്കൂട്ടത്തിൽ ഡച്ചുകാരൊഴികെ പൈറേറ്റുകളും ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഒരുപോലെ ശത്രുക്കളാണ്. ഇക്കൂട്ടത്തിൽ അറബികളുടെ കപ്പലുകളും ഇദ്ദേഹത്തിന് ആക്രമിക്കാം. അതുകൊണ്ട് ന്യൂയോർക്കിൽ നിന്നും കിഡ് ഒരിക്കൽ കൂടി അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് സെപ്റ്റംബറിൽ മദൈറ ദ്വീപിൽ എത്തിച്ചേർന്നു. കപ്പലിലേക്ക് ധാരാളം വൈൻ സംഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് അഡ്വഞ്ചർ മദൈറയിൽ എത്തിയത്. മദൈറ വൈൻ ഇന്നും ലോകപ്രശസ്തമാണ്. കപ്പലുകളിൽ മാസങ്ങളോളം ധാരാളം വെയിലും ചൂടുമേറ്റ് ബാരലുകളിൽ ഇരിക്കുന്ന വൈനിന് പ്രത്യേക രുചിയുണ്ടാവും എന്ന കണ്ടുപിടുത്തമാണ് ഈ മദൈറ വൈനുകളുടെ പ്രത്യേകത. ഇന്നും കുറഞ്ഞത് 5 വർഷങ്ങൾ പലതവണ താപനില കൂട്ടിയും കുറച്ചുമൊക്കെയാണ് ഒറിജിനൽ മദൈറ വൈനുകൾ നിർമ്മിക്കുന്നത്. ഈ പേര് പലരും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ വാങ്ങുമ്പോൾ വൈൻ മദൈറ ദ്വീപിൽ ഉണ്ടാക്കിയത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകളാണ് അക്കാലത്ത് ഇവിടെ നിന്നും ഏറ്റവും കൂടുതൽ വൈൻ വാങ്ങിയിരുന്നത്. ഇതിനുശേഷം ഒക്ടോബർ 19 അഡ്വഞ്ചർ കേപ്പ് വേർഡ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. ഉപ്പും മറ്റ് സാധനങ്ങളും സംഭരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കാരണം ഇനി അങ്ങോട്ട് പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ തീരങ്ങൾ ചുറ്റി തെക്കോട്ട് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി മഡഗാസ്കർ വരെയും നീണ്ട യാത്രയാണ് ഉള്ളത്. അവസാനം 1697 ജനുവരി 27 കിഡും കൂട്ടരും തെക്കൻ മഡഗാസ്കറിലെ തുലിയ തുറമുഖത്ത് എത്തിച്ചേർന്നു. 17-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് കടൽ കൊള്ളക്കാർ സ്ഥാപിച്ച ഒരു പോർട്ടാണ് തുലിയ. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഇരട്ടിയിലേറെ വലിപ്പമുള്ള ദ്വീപാണ് മഡഗാസ്കർ. കിഡ് അഡ്വഞ്ചറുമായിട്ട് ചെല്ലുമ്പോൾ ഈ ദ്വീപിന്റെ നല്ലൊരു ഭാഗം കടൽ കൊള്ളക്കാരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു. ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാണ് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും ആട്ടിപ്പായിച്ച് കൊള്ളക്കാര് ദ്വീപിന്റെ തെക്ക് ഭാഗത്ത് ആധിപത്യം ഉറപ്പിച്ചത്. ശേഷം കൊട്ടാരങ്ങളും എസ്റ്റേറ്റുകളും മണിമാളുകളും വേശ്യാലയങ്ങളും ഒക്കെ നിർമ്മിച്ച് രാജകീയമായിട്ടാണ് പല പൈറേറ്റുകളും മഡഗാസ്കറിൽ ജീവിച്ചിരുന്നത്. നല്ലൊരു കടൽക്കൊള്ള നടത്തുക, ശേഷം കിട്ടുന്നതും കൊണ്ട് മഡഗാസ്കർ പോലുള്ള ദ്വീപുകളിൽ സുഖമായിട്ട് ജീവിക്കുക, ഇതായിരുന്നു അക്കാലങ്ങളിൽ പല പൈറേറ്റുകളും ചെയ്തിരുന്നത്. ആദ്യമൊക്കെ ഈ മഡഗാസ്കറിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ചെറു പട്ടണങ്ങളിൽ സ്ഥാപിച്ച് ഒരുമിച്ച് ജീവിച്ചിരുന്ന ഈ പൈറേറ്റുകൾ പിന്നീട് വടക്കൻ ഭാഗങ്ങളിലേക്ക് ചേക്കേറി സ്വന്തമായിട്ട് എസ്റ്റേറ്റുകൾ നിർമ്മിച്ച് ഭാര്യമാരും വേലക്കാരും ഒക്കെ ആയിട്ട് പ്രഭുക്കന്മാരെ പോലെ ജീവിച്ചു തുടങ്ങി. ഇടയ്ക്കിടെ ഇത്തരം പൈറേറ്റ് പ്രഭുക്കന്മാർ തമ്മിൽ യുദ്ധങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇത് പതിവായി കഴിഞ്ഞപ്പോഴേക്കും ചിലര് കാടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ശുദ്ധജലം കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ വലിയ ഭവനങ്ങൾ പണിത് ചുറ്റിനും കോട്ടകളും കിടങ്ങുകളും നിർമ്മിച്ച് ആളുകളെ കാടുകളിൽ കാവൽ നിർത്തി സുരക്ഷിതമായിട്ട് ജീവിച്ചു തുടങ്ങി. കിഡ് തെക്കൻ മഡഗാസ്കറിൽ എത്തുമ്പോഴേക്കും ആ ദ്വീപിലെ അവസ്ഥ ഇതായിരുന്നു.
ഇംഗ്ലണ്ടിൽ നിന്നും 9 മാസങ്ങൾ യാത്ര ചെയ്താണ് അഡ്വഞ്ചർ മഡഗാസ്കറിൽ എത്തിച്ചേർന്നത്. ഇതിനോടകം ചരക്കുകളും പിന്നെ കൂടുതൽ നാവികരെയൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് കിഡ് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും ഒരു പൈറേറ്റ് ഷിപ്പോ ഫ്രഞ്ചുകാരുടെയോ പോർട്ടുഗീസുകാരുടെയോ കപ്പലുകളോ കച്ചവടക്കപ്പലുകളോ ഒന്നും കാണുവാനോ പിടിച്ചെടുക്കുവാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. 3 ഇംഗ്ലീഷ് യുദ്ധക്കപ്പലുകൾ മാത്രമാണ് ഈ യാത്രയിൽ അവർ കണ്ടുമുട്ടിയത്. നാവികർക്ക് ആക്രമിച്ച് കിട്ടുന്നതിൻ്റെ വീതമാണ് ശമ്പളമായിട്ട് ഓഫർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നാവികർ മുറുമുറുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുലിയ പോർട്ടിലേക്ക് അടുത്തപ്പോൾ തുറമുഖത്ത് പൈറേറ്റ് ഷിപ്പുകൾ കിടപ്പുണ്ടാവുമെന്നും അവയെ ആക്രമിച്ച് കൈക്കലാക്കാമെന്നുമാണ് കിഡ് കണക്ക് കൂട്ടിയത്. എന്നാൽ അതും നടന്നില്ല. തുറമുഖത്തെ സകല പൈറേറ്റുകളും കൊള്ള നടത്തുവാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയിക്കഴിഞ്ഞ വേളയിലാണ് കിഡ് അവിടെ എത്തിച്ചേർന്നത്. ഇനി മാസങ്ങളോ ഒരു പക്ഷേ അടുത്ത വർഷമോ മാത്രമാണ് അവർ തിരികെ വരിക. കാലിയായ തുറമുഖം കണ്ടതോടെ നാവികരുടെ മുഖത്ത് വീണ്ടും മ്ലാനത പടർന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു നാവിക കലാപം തന്നെ ഉണ്ടായേക്കാമെന്ന് കിഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഡഗാസ്കറിനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള 1600 കിലോമീറ്റർ ദൂരമുള്ള മൊസാംബിക് ചാനലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 തവണ പോയി വരുവാൻ വേണ്ടിയിട്ട് കിഡ് തീരുമാനിച്ചു. അങ്ങനെ 1697 മാർച്ച് 18 മൊസാംബിക് ചാനലിലെ കൊമോറോ ദ്വീപുകളുടെ അരികിൽ ഈ കിഡും കൂട്ടരും എത്തിച്ചേർന്നു. 1505 പോർട്ടുഗീസുകാർ ഈ ദ്വീപുകളിൽ ആദ്യമായിട്ട് എത്തിച്ചേർന്നപ്പോൾ അവർ ലാൻഡ് ഓഫ് മൂൺ എന്ന അർത്ഥത്തിലുള്ള പേരാണ് ദ്വീപുകൾക്ക് ഇട്ടത്. അങ്ങനെ ചന്ദ്രൻ്റെ അറബിക്ക് നാമമായ ഖമറിൽ നിന്നും കൊമോറോ എന്ന പേര് ഈ ദ്വീപുകൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇക്കൂട്ടത്തിൽപ്പെട്ട അജുവ എന്ന ദ്വീപിലാണ് അഡ്വഞ്ചർ ഇപ്പോഴും എത്തിയിരിക്കുന്നത്. കിഡിൻ്റെ കപ്പലിന് കാര്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുതിയ പായകളും വടങ്ങളും വാങ്ങേണ്ടതുമാണ്. എന്നാൽ ഇതിനുള്ള പണം ഇപ്പോഴും അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അക്കാലങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകൾ കേടുപാടുകൾ തീർക്കുവാൻ നിർത്തിയിരുന്ന ഇടത്താവളമായിരുന്നു ഈ അജുവ ദ്വീപ്. ഈ ദ്വീപിൻ്റെ അരിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട് മുങ്ങാറായ ഒരു ഫ്രഞ്ച് കപ്പല് കിഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിലെ ക്യാപ്റ്റൻ ബുദ്ധിപൂർവ്വം ഈ ഭൂരിഭാഗം നാവികരെയും കപ്പലിലെ വിലയുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് ബോട്ടുകളിൽ കരയിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവിടെ എത്തിയ കിഡിന് വിലപിടിപ്പുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അതിൽ നിന്നും ലഭിച്ചുള്ളൂ. എന്നാൽ അഡ്വഞ്ചറിന്റെ കേടുപാടുകൾ തീർക്കുവാനും പുതിയ വടങ്ങളും പായകളും വാങ്ങുവാനുള്ള കാശ് അല്ലെങ്കിൽ അതിനുള്ള ധനം ഇതിൽ നിന്ന് കിഡിന് കിട്ടി. അങ്ങനെ കിഡ് കപ്പലുമായിട്ട് അടുത്തുള്ള മോവലി എന്നൊരു ദ്വീപിലേക്ക് പോവുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. ഏതാണ്ട് 1 മാസം എടുത്താണ് അഡ്വഞ്ചർ അറ്റകുറ്റപ്പണികൾ തീർത്ത് വീണ്ടും കടലിൽ ഇറക്കുവാൻ പാകത്തിൽ തയ്യാറായത്. എന്നാൽ ഇതിനിടെ കിഡിന് ഭീമമായ ഒരു നഷ്ടം സംഭവിച്ചു. മഞ്ഞപ്പിത്തവും മലേറിയയും ബാധിച്ച് 1 മാസം കൊണ്ട് അഡ്വഞ്ചറിലെ 3-1 നാവികരും മരണപ്പെട്ടു. ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ 40 ആളുകളാണ് മരണപ്പെട്ടത്. സകലരെയും ഈ മവോലി ദ്വീപിൽ തന്നെയാണ് അടക്കം ചെയ്തത്. അതുകൊണ്ട് തന്നെ കിഡ് തിരികെ മുമ്പ് പറഞ്ഞ അജുവ ദ്വീപിലേക്ക് മടങ്ങുകയും കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കാശുകൊണ്ട് പുതിയ നാവികരെ കപ്പലിലേക്ക് ചേർക്കുകയും ചെയ്തു. ഇതിനുശേഷം വടക്കോട്ടേക്ക് നീങ്ങിയ കിഡ് അറേബ്യൻ ഉപദ്വീപിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന ബാബൽ മദ്ദേബ് എന്ന കടലിടുക്കിൽ എത്തിച്ചേർന്നു. 1697 മെയ് ആദ്യ വാരത്തിൽ തന്നെ കിഡ് ഈ ഒരു കടലിടുക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. മഡഗാസ്കറിൽ നിന്നും അങ്ങ് വടക്കുള്ള ഈ ബാബൽ മദ്ദേബ് എന്ന ആ ഒരു കടലിടുക്കിലേക്കുള്ള യാത്രാമധ്യേ അറേബ്യൻ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ഒട്ടനവധി മുഗൾ കപ്പലുകൾ കിഡും സംഘവും കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ 1-2 ഡച്ച് കപ്പലുകളും അവരെ മറികടന്നു പോവുകയും ചെയ്തു. എന്നാൽ അവയെ ഒന്നും ആക്രമിക്കാനായിട്ട് കിഡ് തയ്യാറായില്ല. കാരണം മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ആ സമയം ബ്രിട്ടീഷുകാരുമായിട്ട് സൗഹൃദത്തിലാണ്. മാത്രമല്ല പൈറേറ്റ് കപ്പലുകളോ ഫ്രഞ്ച് പോർട്ടുഗീസ് കപ്പലുകളോ ആക്രമിക്കുവാൻ മാത്രമാണ് കിഡിന് അധികാരമുള്ളത്. ഒരു കാരണവശാലും മുഗൾ ഡച്ച് കപ്പലുകൾ ആക്രമിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് കരാറിന് വിരുദ്ധവും കടൽക്കൊള്ളയായി മാറുകയും ചെയ്യും. തിരകെ ചെല്ലുമ്പോൾ ഈ കിഡിന് തൂക്കുകയറ് വരെ കിട്ടാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് അത്. എന്നാൽ മുഗൾ കപ്പലുകൾ ആക്രമിക്കാതെ വിടുന്നത് കണ്ട് നാവികർ അസ്വസ്ഥരായി. ഇതുവരെയും ഏതാണ്ട് 9-10 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. യാത്ര തുടങ്ങിയിട്ട് അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു കടൽക്കൊള്ള പോലും ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ കിട്ടുന്നതിൻ്റെ വീതമാണ് ഇവരുടെ ശമ്പളം. ഇങ്ങനെ പോയാൽ അവസാനം ഒന്നുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അതിനാൽ തന്നെ ആളുകൾ പലതും അടക്കം പറഞ്ഞു തുടങ്ങി. കപ്പലിൽ എപ്പോൾ വേണമെങ്കിലും ഒരു നാവിക കലാപം പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. മഡഗാസ്കറിൽ നിന്നും അറേബ്യൻ ഉപദ്വീപിലേക്കുള്ള യാത്രാമധ്യയാവണം കിഡ് കരാറിൽ നിന്നും പിൻവാങ്ങി ഒരു യഥാർത്ഥ കടൽക്കൊള്ളക്കാരൻ തന്നെ ആവാം എന്ന തീരുമാനം എടുത്തത് എന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ ഇതേ കടലിടുക്കിൽ വെച്ച് തന്നെയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഹെൻറി എവരി മുഗൾ കപ്പലായ ഗഞ്ചൈ സവായി പിടിച്ചെടുക്കുകയും അതിൽ നിന്നും കിട്ടിയ അളവറ്റ ധനവുമായിട്ട് എങ്ങോ പോയി അപ്രത്യക്ഷനാകുകയും ചെയ്തത്. ഇതും കിഡിന് ഒരു പ്രചോദനമായിട്ടുണ്ടാവണം. ഇതിനും പുറമെ കിഴക്കേ ആഫ്രിക്കൻ തീരങ്ങളിലൂടെയുള്ള യാത്രക്കിടെ കിഡിന്റെ കപ്പലിൽ പട്ടിണി രൂക്ഷമാകുകയും കിഡിന് പല പോർട്ടുകളിലും ഇറങ്ങി സാധനങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ
അവരുടെ കൈവശം ബാക്കിയുണ്ടായിരുന്ന തുക കൊണ്ട് മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വാങ്ങിക്കുവാൻ തികയുമായിരുന്നില്ല. ക്ഷമ നശിച്ച കിഡ് അവസാനം ഒരു ആഫ്രിക്കൻ തുറമുഖം ആക്രമിക്കുകയും ഗ്രാമങ്ങൾ ചുട്ടരിച്ച് വസ്തുവകകൾ മോഷ്ടിക്കുകയും ചെയ്തു. ഒരു ഗവൺമെന്റ് അംഗീകൃത പ്രൈവറ്റിയർ എന്ന നിലയിൽ നിന്നും പൈറേറ്റ് എന്ന നിലയിലേക്ക് ആ ഒരു പേരിലേക്ക് ചെറിയൊരു തടസ്സം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആക്രമണത്തിലൂടെ കിഡ് തന്റെ വഴി തിരഞ്ഞെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ അനുമാനിക്കാൻ. ചെങ്കടൽ അടുക്കാറായതോടെ കിഡ് തന്റെ നാവികരെ മുഴുവൻ ഒരുമിച്ച് വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവരുമായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതുവരെയും നമ്മൾ പരാജിതരായിരുന്നു. ഒരു നേട്ടവും ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. എന്നാൽ നിങ്ങൾ ധൈര്യം കൈവിടരുത്. ഭാഗ്യം നമ്മളെ കൈവിട്ടിട്ടില്ല. ചെങ്കടൽ വഴി ഇന്ത്യൻ ചക്രവർത്തിയുടെ ഒട്ടനവധി കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. സ്വർണവും രത്നവും നിറഞ്ഞ അത്തരമൊരു കപ്പൽ പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇനിയുള്ള ആയുസ് മുഴുവനും ജീവിക്കാനുള്ളത് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇത് കേട്ടതോടെ നാവികർ കൈകളടിച്ചും ശബ്ദമുണ്ടാക്കിയും തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ധനികരായി തിരികെ പോകാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്നത്. കിഡ് ഉടൻ തന്നെ ഒരു ബോട്ട് ഇറക്കുകയും ഈ ബാബൽ മന്ദേബ് കടലിലേക്ക് വഴി ഉള്ളിലേക്ക് കടന്ന് ചെങ്കടലിൽ എന്തെങ്കിലും കപ്പലുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കി വരുവാനായിട്ട് അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കടലിടുക്കിന്റെ കിഴക്കൻ തീരം വഴി, അതായത് അറേബ്യൻ തീരം വഴിയാണ് ബോട്ട് മുന്നോട്ടേക്ക് നീങ്ങിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബോട്ട് തിരികെ വരികയും വിലപ്പെട്ട ഒരു വിവരം കിഡിനെ അറിയിക്കുകയും ചെയ്തു. 17 വലിയ കപ്പലുകൾ ഇതുവഴി വരുന്നുണ്ട് എന്നായിരുന്നു ബോട്ടിലുള്ളവർ കിഡിനെ അറിയിച്ചത്. ചില കപ്പലുകളിൽ പച്ച നിറത്തിൽ ത്രികോണാകൃതിയിൽ സൂര്യനെയും സിംഹത്തെയും ആലേഖനം ചെയ്തിരിക്കുന്ന ആലം എന്നു പേരുള്ള മുഗൾ സാമ്രാജ്യത്തിന്റെ പതാകകളാണ് ഉള്ളത്. മെക്കയിൽ നിന്നും വരുന്ന തീർത്ഥാടകരുള്ള കപ്പലുകളായിരുന്നു അക്കൂട്ടത്തിൽ ഭൂരിഭാഗവും. മറ്റുള്ള കപ്പലുകളിൽ ഇംഗ്ലണ്ടിന്റെയും ഹോളണ്ടിന്റെയും പതാകകളാണ് ഉള്ളത്. അക്കാലത്ത് ഔറംഗസീബ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും ബ്രിട്ടൻ ഹോളണ്ടുമായും സൗഹൃദത്തിലാണ്. ചുരുക്കത്തിൽ ബ്രിട്ടീഷ് പടക്കപ്പലുകളുടെ സംരക്ഷണയിൽ കുറച്ച് ഡച്ച് ഇന്ത്യൻ കപ്പലുകളാണ് ഈ വഴി വരുന്നത്. എന്നാൽ ഇപ്പോഴും ഈ വില്യം കിഡ് ധർമ്മസങ്കടത്തിലായിരുന്നു എന്ന് വേണം കരുതുവാൻ. ചക്രവർത്തിയുമായിട്ടും മറ്റ് പ്രഭുക്കന്മാരുമായിട്ടും ഒക്കെ ഉണ്ടാക്കിയ ധാരണയിൽ ഇക്കൂട്ടത്തിൽ ഒരു കപ്പലിനെ പോലും ആക്രമിക്കാനായിട്ട് കിഡിന് അവകാശമില്ല. ഇവിടെ ഇപ്പോൾ എടുക്കുന്ന തെറ്റായ ഒരു ചുവട് തന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്തരം പല ആലോചനകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് പിന്നീടുള്ള 4 ദിവസങ്ങളിൽ കിഡ് അഡ്വഞ്ചറുമായിട്ട് ഈ ബാബൽ മന്ദേബ് കടലിൽ കൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. അവസാനം 4-ാം ദിവസം രാവിലെ വടക്ക് ഭാഗത്ത് കടലിൽ മുഗൾ ഫ്ലീറ്റ് പ്രത്യക്ഷപ്പെട്ടു. 2 പടക്കപ്പലുകളാണ് ഫ്ലീറ്റിനെ അനുഗമിക്കുന്നത്. ഒന്ന് ഒരു ഇംഗ്ലീഷ് കപ്പലും മറ്റേത് ഒരു ഡച്ച് വാർഷിപ്പുമാണ്. ഇവിടെ വെച്ച് ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഫ്ലീറ്റിലെ കപ്പലുകൾ വളരെയധികം ദൂരം പാലിച്ച് അകന്നകന്നാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഡ്വഞ്ചർ കടലിലേക്ക് തല നിൽക്കുന്ന ഒരു ഭൂമിയുടെ മറവിലായതുകൊണ്ട് തന്നെ മുഗൾ കപ്പലുകൾക്ക് അവയെ ഈ അഡ്വഞ്ചറിനെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഈ ഒരു ഫ്ലീറ്റിൽ നിന്ന് മാറിയിട്ട് ഒറ്റ തിരിഞ്ഞ് നീങ്ങുന്ന ഒരു കപ്പലാണ് കിഡ് നോട്ടമിട്ടത്. വെറും 20 മൈൽ വീതി മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. കിഡ് അത് രാവിലെ തന്നെ ആക്രമിക്കാൻ തീരുമാനമെടുത്തു. മങ്ങിയ വെളിച്ചം എപ്പോഴും ഈ പൈറേറ്റുകൾക്ക് അനുകൂലമാണ്. കപ്പൽ അടുത്ത് വന്നതോടെ കിഡ് പീരങ്കികൾ ഉപയോഗിച്ച് ആക്രമണം ആരംഭിച്ചെങ്കിലും മുഗൾ കപ്പലിനെ അത് കാര്യമായിട്ട് ബാധിച്ചില്ല. എന്നാൽ ഇതേ സമയം പുറകിൽ കുറച്ചു മാറി അകമ്പടി വന്നിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പടക്കപ്പലായിട്ടുള്ള സെപ്റ്ററിന്റെ കപ്പിത്താൻ ക്യാപ്റ്റൻ ഫിനിയയ്ക്ക് കാര്യം മനസ്സിലായതോടെ അദ്ദേഹം അങ്ങോട്ടേക്ക് അതിവേഗം നീങ്ങി തുടങ്ങി. അതോടുകൂടി മുഗൾ കപ്പൽ വേഗത കുറച്ചിട്ട് ഈ സെപ്റ്ററിന്റെ പുറകിലേക്ക് ഒതുങ്ങി മാറുകയും ചെയ്തു. സെപ്റ്ററിലെ 1-ാം മേറ്റ് എഡ്വേർഡ് ബാർലോ എഴുതിയ ലോഗിലൂടെയാണ് ഈ ഒരു സംഭവം നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത്. 40 പീരങ്കികളുള്ള കപ്പലായിരുന്നു ഈ സെപ്റ്റർ. അഡ്വഞ്ചറിന്റെ അരയിലേക്ക് വന്ന സെപ്റ്ററിൽ നിന്നുണ്ടായ പീരങ്കി ആക്രമണം അത്യുജ്വലമായിരുന്നു. പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലായതോടെ അഡ്വഞ്ചർ ഈ കിഡ് ആക്രമണം നിർത്തുകയും വലിയ പായകൾ നിവർത്തിയിട്ട് ഒരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. സെപ്റ്ററിലെ ഇംഗ്ലീഷ് പതാക കണ്ടതോടെ കിഡ് ആക്രമണം നിർത്തിയെന്നാണ് ഈ ബാർലോ എഴുതി വെച്ചിരിക്കുന്നത്. അതിവേഗതയിൽ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പായകൾ നിവർത്തിയതിന് പുറമെ ആളുകളോട് തുഴയുവാനും കിഡ് ഉത്തരപ്പെട്ടു. വൈകുന്നേരത്തോടെ ഈ ഒരു അഡ്വഞ്ചർ വളരെ ദൂരത്തേക്ക് മാറിപ്പോയത് കണ്ടതോടെ ഈ സെപ്റ്റർ അഡ്വഞ്ചറിനെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. നിരാശനായ കിഡ് ഒട്ടും താമസിയാതെ തന്നെ അറേബ്യൻ ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്തു. തന്നെയും അഡ്വഞ്ചറിനെയും ഈ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ഭയം കിഡിനുണ്ടായിരുന്നു. ആ കപ്പലിലെ ക്യാപ്റ്റന്റെ ലോഗ് ബുക്കിൽ തന്റെ പേര് കയറി കൂടിയാൽ തന്നെ ഒരു പൈറേറ്റായിട്ട് മുദ്ര കുത്തുമെന്ന് കിഡിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വേറെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കിഡ് ഒരിക്കൽ കൂടി 120ഓളം വരുന്ന തൻ്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടി. നമുക്കിനി 2 വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ ഈ ഭാഗത്ത് തന്നെ തുടരാം, ചിലപ്പോൾ വേറെയും മുഗൾ കപ്പലുകൾ ഇതുവഴി വന്നേക്കാം, അല്ലെങ്കിൽ സെയിൻറ്റ് ജെറോമിലേക്ക് പോകാം. നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള അറേബ്യൻ കടലിന്റെ തീരത്തുള്ള ദമൻ അന്ന് അറിയപ്പെട്ടിരുന്നത് സെന്റ് ജെറോം എന്ന പേരിലാണ്. 1672 പോർട്ടുഗീസുകാർ അവിടെ പണി കഴിപ്പിച്ച സെന്റ് ജെറോം കോട്ടയുടെ പേരിലായിരുന്നു ഈ ഒരു ഭാഗം ഈ യൂറോപ്യൻസിന് അന്ന് അറിയപ്പെട്ടിരുന്നത്. എന്തായാലും കിഡിന്റെ ആളുകൾ വോട്ട് ചെയ്ത് ഇന്ത്യൻ തീരങ്ങളിലേക്ക് തന്നെ പോകാം എന്ന് തന്നെ
തീരുമാനം എടുത്തു. ആളുകളോട് അഭിപ്രായം ചോദിച്ച് വോട്ടിങ്ങിലൂടെ തീരുമാനം എടുത്തതോടെ കിഡ് പൂർണ്ണമായിട്ടും ഒരു കടൽ കൊള്ളക്കാരനാകുവാൻ തന്നെ തീരുമാനിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. കാരണം ഈ ഒരു രീതി കടൽ കൊള്ളക്കാരുടെ മാത്രമാണ്. അങ്ങനെ കിഡ് ഇന്ത്യൻ തീരങ്ങളിലേക്ക് നീങ്ങി. അവസാനം ഓഗസ്റ്റ് 28 അവർ ഗോവൻ തീരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെച്ചാണ് 2 പായ്മരങ്ങളുള്ള ഒരു കപ്പൽ കിഡിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. കിഡ് ഉടൻ തന്നെ കീഴടങ്ങാനുള്ള സന്ദേശമെന്ന നിലയിൽ ഒരു പീരങ്കി വെടി പൊട്ടിച്ചു. ഉടൻ തന്നെ മറ്റേ കപ്പൽ തങ്ങളുടെ കൊടി ഉയർത്തി കാണിച്ചു. ഇപ്രാവശ്യവും നിരാശയായിരുന്നു ഫലം. അതൊരു ഇംഗ്ലീഷ് കപ്പലായിരുന്നു. കിഡ് ഒരിക്കലും ആക്രമിക്കുവാൻ പാടില്ലാത്ത മറ്റൊരു കപ്പൽ, മേരി എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷ് ചരക്ക് കപ്പലായിരുന്നു അത്. അതിന്റെ ക്യാപ്റ്റൻ തന്റെ അരികിലേക്ക് വരുവാനായിട്ട് കിഡ് നിർദ്ദേശം കൊടുത്തു. ഉടൻ തന്നെ മേരി എന്ന കപ്പലിൽ നിന്നും ഒരു ബോട്ട് കടലിലേക്ക് ഇറക്കപ്പെടുകയും അതിൽ കയറിയിട്ട് അതിന്റെ ക്യാപ്റ്റൻ തോമസ് പാർക്കർ അഡ്വഞ്ചറിൽ എത്തിച്ചേരുകയും ചെയ്തു. യമനിലെ ഏതിൽ നിന്നും ബോംബെ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്ന ചരക്ക് കപ്പലായിരുന്നു മേരി. ബോംബെയിലുള്ള ഒരു ഇംഗ്ലീഷുകാരന്റെ ഷിപ്പായിരുന്നു അത്. നാവികരിൽ 12ഓളം ആളുകൾ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. കൂടാതെ 5 പോർട്ടുഗീസ് പുരോഹിതന്മാരും അതിലുണ്ടായിരുന്നു. 1ാം മേറ്റ് ആന്റോണിയോ ഒരു പോർട്ടുഗീസുകാരനായിരുന്നുവെങ്കിലും ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരുന്നു. ക്യാപ്റ്റൻ വില്യം കിഡ് തന്റെ ക്യാബിനിൽ മേരിയുടെ ക്യാപ്റ്റൻ തോമസ് പാർക്കറുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ അഡ്വഞ്ചറിലെ മറ്റ് നാവികർക്കിടയിൽ സംശയം ഉളവാക്കി. ഇപ്രാവശ്യവും കൊള്ള നടത്താതെ കിഡ് ഈ ഇംഗ്ലീഷ് കപ്പൽ മടക്കി അയക്കുമെന്നായിരുന്നു അവർ കരുതിയത്. ക്ഷമ നശിച്ച കുറച്ച് നാവികര് ഒരു ബോട്ടിൽ കയറി മേരിയിലേക്ക് തിരിച്ചു. ജോൺ വോക്കർ, വില്യം മോർ എന്നിവരായിരുന്നു ആ കൂട്ടത്തിലെ പ്രധാനികൾ. അവര് മേരിയിൽ കയറിയിട്ട് വൻ അതിക്രമമാണ് കാണിച്ചു കൂട്ടിയത്. കുരുമുളക്, കാപ്പി, തുണികൾ തുടങ്ങി കണ്ണിൽ കണ്ടതെല്ലാം അവർ ബോട്ടിലേക്ക് കയറ്റി. ഇന്ത്യൻ നാവികർ ഉപയോഗിച്ചിരുന്ന അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും കൂടാതെ 8 തോക്കുകളും കോമ്പസുകളും നാവിഗേഷൻ ഉപകരണങ്ങളും അവർ മോഷ്ടിച്ചെടുക്കുകയും ചെയ്തു. കൂടാതെ മേരിയിലെ നാവികരെ അവർ കെട്ടിയിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുക കൂടി ചെയ്തു. കൂടുതൽ സാധനങ്ങൾ കപ്പലിൽ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു അത്. 2 ഇന്ത്യൻ നാവികരെ പായ്മരത്തിൽ കെട്ടിയിട്ട് വാളിന്റെ പരന്ന പ്രതലം വെച്ച് തല്ലി വശം കെടുത്തുകയാണ് പിന്നീട് ചെയ്തത്. നാവികർ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പോലും ദേഹം മുറിയും എന്നതാണ് ഈ ഒരു രീതിയുടെ പ്രത്യേകത. അഡ്വഞ്ചറിലുണ്ടായിരുന്ന മറ്റ് നാവികർക്ക് മേരിയിലെ ഈ നാവികരുടെ ഉച്ചത്തിലുള്ള നിലവിളികൾ കേൾക്കാമായിരുന്നു. തന്റെ ക്യാമറയിൽ ഇരുന്നു കൊണ്ട് ഈ മേരി എന്ന് പറഞ്ഞ കപ്പലിന്റെ ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കിഡ് ഒന്നുകിൽ ഇത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കേട്ടെങ്കിലും അവഗണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെയും മറ്റൊരു കാര്യം കിഡിന് വിനയായി. ഉപദ്രവം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന പോർട്ടുഗീസ് പുരോഹിതന്മാരായിരുന്നു അത്. കിഡിന്റെ ആളുകൾ തങ്ങളുടെ കപ്പലിൽ കയറിയിട്ട് കാണിച്ച വൃത്തികേടുകൾ മുഴുവൻ അവര് കറക്റ്റായിട്ട് ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ഇന്ത്യ ഓഫീസ് റെക്കോർഡ്സിൽ തിരഞ്ഞാൽ, അതായത് IOR നമ്പർ 6444 എന്ന് തിരഞ്ഞാൽ നമുക്ക് ഇന്നും ഈ ഒരു റെക്കോർഡ് കാണാവുന്നതാണ്. ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്ന ശേഷം തന്റെ ആളുകൾ മേരിയിൽ കയറി അതിക്രമണം കാണിച്ചു എന്ന് മനസ്സിലാക്കിയ കിഡ് അവർ മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കപ്പലിലേക്ക്, മേരി എന്ന് പറഞ്ഞ കപ്പലിലേക്ക് ബോട്ടിൽ പോയി അതിക്രമം കാണിച്ച ജോൺ വോക്കർ പിന്നെ വില്യം മൂർ, ഈ 2 പേരുടെയും കൈവശം കൂടുതൽ തോക്കുകൾ എത്തി എന്ന് മനസ്സിലാക്കിയ കിഡ് ബുദ്ധിപൂർവ്വം മൗനം പാലിച്ചതാവാനാണ് സാധ്യത. എന്തായാലും ഗോവൻ തീരങ്ങളിൽ നിന്നും തെക്കോട്ടേക്ക് നീങ്ങുവാൻ തന്നെയാണ് കിഡ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തീരങ്ങൾ നന്നായി അറിയാവുന്ന മേരിയുടെ ക്യാപ്റ്റൻ തോമസ് പാർക്കറെയും ഭാഷ അറിയാവുന്ന പോർട്ടുഗീസുകാരൻ ഡോൺ ആന്റോണിയോ എന്ന് പറഞ്ഞ ആളെയും കൂടെ കൂട്ടുവാൻ തന്നെ കിഡ് തീരുമാനിച്ചു. ഇതില് തോമസ് പാർക്കർ സ്വന്തം തീരുമാനത്താലും ഈ ഡോൺ ആന്റോണിയോ കിഡിന്റെ ഭീഷണിക്ക് വഴങ്ങിയുമാണ് അഡ്വഞ്ചറിലേക്ക് കയറുവാനായിട്ട് തീരുമാനിച്ചത്. അന്ന് രാത്രി 9 മണിയോടെ ഈ 2 കപ്പലുകളും, അതായത് പിടിച്ചെടുത്ത മേരി പിന്നെ അഡ്വഞ്ചർ, വേർപിരിയാനായിട്ട് തീരുമാനിച്ചു. ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ ഈ പറഞ്ഞ 2 പേരെയും നമ്മുടെ ഈ ക്യാപ്റ്റൻ കിഡിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ കപ്പലിനെ ആവശ്യമില്ല. മേരിയിലെ ഇന്ത്യൻ പൈലറ്റ് കപ്പലിനെ ബോംബെ തുറമുഖത്തേക്ക് സാവധാനം നീക്കി. 1-2 ദിവസങ്ങൾക്ക് ശേഷം തുറമുഖത്ത് ഇറങ്ങിയ പോർട്ടുഗീസ് പുരോഹിതന്മാര്, ഈ ബോംബെയിൽ ഇറങ്ങിയ പോർട്ടുഗീസ് പുരോഹിതന്മാര് അപ്പോൾ തന്നെ കപ്പലിന്റെ ഇംഗ്ലീഷ് ഓഫീസിൽ എത്തിച്ചേരുകയും ക്യാപ്റ്റൻ കിഡ് ഇംഗ്ലീഷ് പതാകയുള്ള തങ്ങളുടെ കപ്പൽ കൊള്ളയടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പൈറേറ്റുകളെ തേടിയിറങ്ങിയ ക്യാപ്റ്റൻ കിഡ് തന്നെ ഒരു യഥാർത്ഥ കടൽ കൊള്ളക്കാരനായി മാറിയെന്ന ആദ്യ റിപ്പോർട്ട് ഇംഗ്ലീഷ് അധികാരികളിൽ എത്തിച്ചേർന്നു. ഇതേസമയം തെക്കോട്ടേക്ക് നീങ്ങിയ അഡ്വഞ്ചർ ഒരു 5 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 5 കർണാടകയിലെ കാർവാർ തുറമുഖത്ത് എത്തിച്ചേർന്നു. പോർട്ടുഗീസുകാർ തുടക്കം മുതലേ കച്ചവടം നടത്തിപ്പോന്നിരുന്ന തുറമുഖമായിരുന്നു കാർവാർ. 1649 മുതൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഓഫീസ് കാർവാറിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കത്തില് കിഡ് കാർവാർ തുറമുഖത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഇംഗ്ലീഷ് അധികാരികൾക്ക് കിഡ് മേരി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കപ്പലിൽ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബോംബെയിൽ നിന്നും നേരിട്ട് അറിയാമായിരുന്നു. ഇതിന് സാധ്യതയുണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും കിഡ് ഇവിടെ വന്നത് ഗതികേട് ഉണ്ടാവാനാണ് സാധ്യത. കാരണം കപ്പലിലെ വെള്ളവും
മറ്റ് ഭക്ഷണ സാധനങ്ങളും ഏറെക്കുറെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലെ വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന മേരിയിലെ ക്യാപ്റ്റൻ തോമസ് പാർക്കർ പറഞ്ഞതുകൊണ്ടാവണം കിഡ് ഈ കാരവാറിൽ എത്തിയത്. അങ്ങനെ കാരവാറിലെത്തിയ ക്യാപ്റ്റൻ കിഡ് തുറമുഖത്ത് ഇറങ്ങുക തന്നെ ചെയ്തു. ഇന്ത്യൻ മണ്ണിൽ കിഡ് ആദ്യമായിട്ടാണ് കാലുകുത്തുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജന്റുകളെ നേരിട്ട് തന്നെ കണ്ട് കേട്ടതൊന്നും ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് കിഡ് കരയിൽ ഇറങ്ങിയത്. തോമസ് പാറ്റിൽ, ജോൺ ഹാർവി എന്നീ 2 ഇംഗ്ലീഷുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സംശയം തോന്നിയ അവർ കിഡിൻ്റെ കപ്പലിൽ കയറി വിശദമായിട്ട് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. തടവിലാക്കപ്പെട്ടു എന്ന് കേട്ടറിഞ്ഞ മേരിയുടെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തോമസ് പാർക്കറെയും പോർട്ടുഗീസുകാരൻ ഡോൺ ആന്റോണിയോയെയും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. സത്യത്തിൽ കിഡ് അവരെ 2 പേരെയും കപ്പലിലെ കാർഗോ ഹോൾഡിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സംശയാസ്പദമായ രീതിയിൽ ഒന്നും കാണാതിരുന്നത് കൊണ്ട് തന്നെ കിഡ് തങ്ങൾ സംശയിച്ചതുപോലെ ഒരു പൈറേറ്റായി മാറിയിട്ടില്ല എന്ന് തന്നെ ബോംബെയിലേക്ക് കത്തയക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ കിഡ് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതി. കിഡിൻ്റെ കപ്പലിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്സ് എന്നൊരു രത്ന വ്യാപാരി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇന്ത്യൻ തീരം എത്തിയതോടെ തനിക്ക് കരയിലിറങ്ങണം എന്ന ആഗ്രഹം അയാൾ കിഡിനോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കിഡ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സമ്മാനമായിട്ട് ബീവറിൻ്റെ തുകല് കൊണ്ട് നിർമ്മിച്ച ഒരു തൊപ്പി നൽകാമെന്ന് ബെഞ്ചമിൻ പറഞ്ഞതോടെ കിഡ് അയാളെ കരയിലിറങ്ങുവാനായിട്ട് അനുവദിച്ചു. അയാൾ ഉൾപ്പെടെ 9 പേരെയാണ് ഒരു ബോട്ടിൽ കരയിലേക്ക് കിഡ് പറഞ്ഞു വിട്ടത്. എന്നാൽ അതൊരു വൻ അബദ്ധമായിരുന്നു. കരയിൽ കാലുകുത്തിയ നിമിഷം ആ 9 പേരും ബോട്ട് ഉപേക്ഷിച്ച് പല വഴിക്ക് ഓടിപ്പോയി. പക്ഷേ അക്കൂട്ടത്തിൽ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്സും ജൊനാഥൻ ട്രെഡ്വേ എന്ന ഒരു 24-കാരൻ നാവികനും നേരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസിലേക്കാണ് പോയത്. ഓടിച്ചെന്ന് കയറിയ ട്രെഡ്വേ അണച്ചുകൊണ്ട് കമ്പനി അധികാരികളോട് പറഞ്ഞു, ക്യാപ്റ്റൻ കിഡ് നിങ്ങൾ കരുതുന്ന പോലെ രാജാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റിയർ അല്ല. നൗ ഹീസ് ആൻ ആക്ച്വൽ പൈറേറ്റ്. ഇതേ സമയം തങ്ങളുടെ കത്തോലിക്ക പുരോഹിതന്മാരെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഇംഗ്ലീഷ് കടൽ കൊള്ളക്കാരൻ ക്യാപ്റ്റൻ കിഡിനെ പിടികൂടി വധിക്കുവാനായിട്ട് 2 പോർട്ടുഗീസ് പടക്കപ്പലുകൾ കാരവാർ ലക്ഷ്യമാക്കി നീങ്ങി വരുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ കിഡിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എലിജിബിലിറ്റി അഥവാ യോഗ്യത ഉണ്ടെങ്കിൽ പ്രവാസികൾ നിർബന്ധമായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. കുറച്ച് പണം മാറ്റിവെച്ചാൽ മനസ്സമാധാനവും കുടുംബത്തിന്റെ സുരക്ഷയും നമുക്ക് ഉറപ്പാക്കാം. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് 23% വരെ ഡിസ്കൗണ്ടിൽ NRIസിന് ടേം ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ട ലിങ്ക് കമന്റിൽ ഉണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.